ഇന്ന് നമുക്ക് തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ ബിരിയാണി എങ്ങനെ ചെയ്യാൻ നോക്കാം. അടിക്കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നല്ല പശു നെയ്യ് ഒഴിക്കുക. ശേഷം സ്പൈസസ് കറുവപ്പട്ട, മറാത്തി മോഗ്, ജാതിപത്രി, ബേ ലീഫ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇത്ര ഇട്ട ശേഷം ഒരു 5 വലിയ ഉള്ളി സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർക്കുക. 3 പച്ചമുളക് വലുത്, ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ചേർത്ത് നന്നായി ഇളക്കുക. എല്ലാം ഹൈ ഫ്ലെയിമിലാട്ടോ. പിന്നെ കുറച്ചധികം ചെറിയ ഉള്ളി അരച്ചത് ചേർക്കുക. വീണ്ടും നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു കൈപ്പിടി അളവിൽ പുതിനയും മല്ലിയിലയും കുറച്ചധികം വേണം വഴറ്റി വന്ന ഉള്ളിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. 2 വലിയ തക്കാളി മുറിച്ചിട്ട് ആഡ് ചെയ്യും. അതേ സമയത്ത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത മട്ടൺ ഒരു 10 വിസിലിൽ വേവിച്ചെടുക്കുക. മസാലയിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല, ഹാഫ് ലെമൺ സ്ലൈസ് ചെയ്ത് ചേർക്കുക. പിന്നീട് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതേ സമയം നമ്മുടെ മട്ടൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതൊരു 6 പേർക്ക് നന്നായി കഴിക്കാനുള്ള മട്ടൻ ബിരിയാണി ഉണ്ട് കേട്ടോ. ശേഷം തിളപ്പിച്ച് വെച്ച വെള്ളം, ബിരിയാണി വേവിക്കാൻ ആവശ്യമുള്ള വെള്ളമാണ്. അരി അരമണിക്കൂർ മുന്നേ 2 ഗ്ലാസ് അരി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. മസാലയിലേക്ക് നമ്മൾ വേവിച്ച് മട്ടൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി തിളച്ച് വരുമ്പം കുതിർത്ത് വെച്ച അരി പിഴിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ തിളപ്പിച്ചൊഴിച്ചത്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാം ഹൈ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായി തിളച്ച് വരുമ്പോൾ ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പഴയ അടികട്ടിയുള്ള എന്തെങ്കിലും വെച്ചിട്ട് ദമ്മിടാൻ വയ്ക്കാം. ഒരു അരമണിക്കൂർ ദമ്മിട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായി കുക്കായിട്ടുണ്ടാവും. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ഫ്രഷ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ശേഷം വീണ്ടും മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ല അടിപൊളി